ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വർക്ക് ഫോർഡ് ഫിഗർ കേട്ടോ. അതിന്റെ കംപ്ലൈന്റ്, കസ്റ്റമർ കംപ്ലൈന്റ്, നമ്മളെ ഡോറുണ്ടോ ഡോറ് ഉള്ളിന്ന് തുറക്കണില്ല. സെന്റർ ലോക്ക് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ ഉള്ളിന്ന് തുറക്കണില്ല. അതാണ് കംപ്ലൈന്റ്. അപ്പൊ അതിന്റെ ലാച്ചും അയച്ചു വെച്ചിട്ടുണ്ടോ. ഇതാണ് അതിന്റെ ഡോർ ലാച്ച് വരുന്നത്. ഇതാണ് ഉള്ളിന്ന് വലിക്കണ ആ കേബിൾ കേട്ടോ. ഈ ഒറ്റ കേബിൾ തന്നെ ലോക്ക് ആവണതും നമ്മള് ഡോർ തുറക്കാമല്ലോ ഒക്കെ ഈ ഒറ്റ കേബിൾ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ സെന്റർ ലോക്ക് ആക്കി കഴിഞ്ഞാൽ സെന്റർ ലോക്ക് ആക്കി അത് ലോക്കാവും, അൺലോക്ക് ആവും. പക്ഷെ അൺലോക്ക് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റില്ല, പക്ഷെ പുറത്തുനിന്ന് തുറക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എന്തോ കംപ്ലൈന്റ് ആണ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് സെന്റർ ലോക്കിന്റെ ഇത് കേട്ടോ. സെന്റർ ലോക്ക് ആവുന്നതാണ് ഇത്. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ സെന്റർ ലോക്ക് ആവും, ഇത് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ അൺലോക്ക് ആവും. ഇതാണ് ഡോറിൽ പോയി ലോക്കാണത്. ഇത് നമ്മൾ പുറത്തുനിന്ന് ഹാൻഡിൽ വലിക്കുമല്ലോ തുറക്കാല്ലേ, അത് ഇത് കീയിട്ട് ലോക്ക് ചെയ്യണ ഇത് കേട്ടോ. അപ്പൊ കംപ്ലൈന്റ് ഇതിപ്പോ ഞാൻ ലോക്കാക്കി, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോ കണ്ടോ, ഇത് കേബിളാണ് കേട്ടോ. ഇതിപ്പോ കണ്ടോ ഫ്രീ ആയിട്ട് റിട്ടേൺ വരുന്നുണ്ടോ. ഇപ്പൊ ഓക്കെയാണിത്. ഇനി ഇത് സെന്റർ ലോക്കാക്കി, ലോക്കാക്കി ഞാൻ ലോക്കാക്കി. ഈ സാധനം കണ്ടോ വെറുതെ റിട്ടേൺ വരുന്നില്ല. ഇതുകൊണ്ട് വെറുതെ ഫ്രീ ആവുക. ഈ സമയത്ത് ഉള്ളിൽ നിന്ന് നമുക്ക് തുറക്കാൻ പറ്റില്ല. എങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ്, മെയിൻ കംപ്ലൈന്റ്. ഇനി ഇത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇത് പുറത്തുനിന്ന് തുറക്കണം. പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും. പിന്നെ കംപ്ലൈന്റ് ഇതാണ്. അപ്പൊ ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഈ വൈറ്റ് കണ്ടോ, ഇവിടെ എന്തോ പൊട്ടിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം കൊണ്ടാവാം ഇതൊരു കംപ്ലൈന്റ് വന്നത്. ആ സ്പ്രിങ് എവിടെ ഇരിക്കുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പുതിയത് വരണം. ഇവിടുന്ന് സാധനം പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒന്ന് ചെയ്യാനുള്ളത്, ഒന്നെങ്കിൽ ഇത് പുതിയത് മാറണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊളി പോയിട്ട് സെക്കൻഡ് എടുക്കണം കേട്ടോ. ആ പൊളിയിൽ നമ്മൾ സെക്കൻഡ് ചോദിച്ചപ്പോൾ ഏകദേശം 1800 1500 ആ റേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി കസ്റ്റമർ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഒന്നെങ്കിൽ പൊളിയിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ സാധനം മേടിക്കണം. പുതിയ സാധനത്തിനാകുമ്പോൾ ഏകദേശം റേറ്റ് വരുന്നു തോന്നുന്നു, നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെയാണ്. ഇത് സെൻറ്ററിലൊക്കെ ആക്കി കഴിഞ്ഞാലാണ് ഈ സാധനം ഫ്രീ ആവും. കണ്ടോ, ഇത് കാരണം വെറുതെ ഫ്രീ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന് ഡോർ ലാച്ചിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം.